നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ ഡോക്ടർ റോയി വലിയൊരു മുതലാളിയാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തുന്ന ആളാണ്. കോൺഫിഡന്റ് എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ വലിയ ആളാണ്. അദ്ദേഹം സിനിമകൾ എടുത്തിട്ടുണ്ട്. പ്രായം വളരെ വലുതല്ല, 60ക്ക് താഴെയാണ് പ്രായം. ദുബായിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. ചിലപ്പോൾ ആരെങ്കിലും ഒറ്റ കൊടുത്തതായിരിക്കാം. എന്തായാലും റെയ്ഡ് നടന്നു. അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചുവെന്നും, അല്ല ആ മരണത്തിന് കാരണക്കാർ IT ഡിപ്പാർട്ട്മെൻറ്റുകാരാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാരാണെന്നും ED ആണെന്നും ഒക്കെ വലിയ വാദവും തർക്കമൊക്കെ നടക്കുന്നു. അതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വീഡിയോ, ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ മരിച്ചുപോയ ഡോക്ടർ റോയിയെ ഒന്നുകൂടി കൊല്ലാനോ അല്ലെ ശവത്തിൽ കുത്താനോ അല്ല. തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ അറിവിലുള്ള വേറെ 2 ഫ്ലാറ്റ് കമ്പനികൾ ഇതുപോലെ ക്രമരഹിതമായോ വഴിവിട്ടോ സഞ്ചരിച്ചതിൻ്റെ ഫലമായി 2 കൂട്ടർക്കും ഒളിവിൽ പോവേണ്ടി വന്നു. ഒരു കൂട്ടർ ജയിലിൽ കിടന്നു, മറ്റേ കൂട്ടർ ഫ്ലാറ്റ് കംപ്ലീറ്റ് കൊടുക്കേണ്ടി വന്നു. സ്വന്തമായി ഉണ്ടാക്കുന്ന അധ്വാനത്തിന് പുറമെ ഒരു പുരുഷായുസ് കൊണ്ട് ഒരാളിന് ഉണ്ടാക്കാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അല്ലെങ്കിൽ ടാറ്റ, ബിർള, അദാനി എന്നൊക്കെ പറയുമ്പോൾ തലമുറകളായി സ്വത്തുക്കൾ ഉണ്ടായി വരണം. ഇപ്പോൾ മലയാള മനോരമയൊക്കെ പോലുള്ള, മാതൃഭൂമിയൊക്കെ പോലുള്ള പത്രങ്ങൾ വളരെ തലമുറകളായി ഉണ്ടായി വരണം. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വളരെ വലിയ ജോലിയൊക്കെ കിട്ടി അങ്ങനെ പണം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ യൂസഫ് അലിക്കൊക്കെ പറ്റിയിട്ടുള്ളതുപോലെ അവിടെ ചെന്ന് അറബികളുമായിട്ട് ബന്ധമായി അറബികളുടെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ ചെയ്ത് അത് വേറൊരു തലമാണ്. അതൊന്നും എല്ലാ മുതലാളിമാർക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെന്നില്ല. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് ഡോക്ടർ റോയിയെക്കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. അതിൽ റോയിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണത്. അത്തരത്തിൽ റോയിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ റോയിമാർക്ക് ഇതുപോലെ നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ ഒരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു NRI സുഹൃത്തിൻ്റെതാണ് ഫോർവേഡ് കിട്ടിയ ഒരു മെസ്സേജാണത്. ഒരു രാജീവ് മേനോൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും യൂട്യൂബ് കമൻറ്റും ഒക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെടുത്തി. റോയിയെ നേരിട്ട് 2000 മുതൽ അദ്ദേഹത്തിന് അറിയാം, എനിക്കല്ല അദ്ദേഹത്തിന്. അന്ന് അയാൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയും, അവിടെയാണ് ഇതിൻ്റെ കഥയുടെ ട്വിസ്റ്റ്. ബാംഗ്ലൂരിലായിരുന്നു ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നത്. ആ ബാംഗ്ലൂരിൽ അവരുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റിൽ വില്ല ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഇയാൾ. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ആൾ ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഉടമസ്ഥനായ, അതായത് ക്രിസ്റ്റൽ വില്ലയുടെ ഉടമസ്ഥനായ കൃഷ്ണനും ലതയും, അതാണ് ക്രിസ്റ്റൽ. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മളിപ്പോൾ എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും കൂടെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതോ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്, അത് അവർ മോഡിയുടെ പ്രശ്നമാണ്, EDയുടെ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു പിന്നാമ്പുറ കഥയും കൂടി ഉണ്ട്. ഒരു കർമ്മത്തിൻ്റെയും ഒരു കർമ്മശാപവും മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ശാപവും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പ്രത്യേകിച്ച് നമ്പൂതിരി കുടുംബം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ സത്യസന്ധരാണെങ്കിൽ അവരുടെ ശാപം വളരെ വലുതായിരിക്കുമല്ലോ. അപ്പോൾ ഈ നമ്പൂതിരിയുടെ അതായത് ബാംഗ്ലൂരിലെത്തുന്നത് അവരുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഒരു വില്ല ബുക്ക് ചെയ്യുക. അതിൻ്റെ ഉടമസ്ഥനായ കൃഷ്ണൻ നമ്പൂതിരിയുടെ കസ്റ്റമൈസ്ഡ് വില്ല എന്ന ആശയത്തിൽ ആകർഷണീയനായിട്ടാണ് ഈ ആൾ വില്ല വാങ്ങുന്നത്. ഈ റോയി അല്ല, മറ്റൊരാൾ. എന്നാൽ റോയിയാണ് ആ വില്ലയുടെ പ്രോജക്റ്റ് മാനേജരായി വന്നത്. അപ്പോൾ ക്രിസ്റ്റല എന്ന് പറയുന്ന കൃഷ്ണൻ്റെയും ലതയുടെയും, നമ്പൂതിരി കൃഷ്ണൻ്റെയും ലതയുടെയും ഫ്ലാറ്റായിട്ടുള്ള ഒരു വില്ലയുടെ പ്രോജക്റ്റ് മാനേജരായിരുന്നു ആര്? നമ്മുടെ ഈ റോയി. പിന്നെ റോയിയുടെ വളർച്ച അഭൂതപൂർവമായൊരു വളർച്ചയാണ് ഉണ്ടാകുന്നത്. ആ ജോലി നോക്കി, അതിനു മുമ്പ് അദ്ദേഹം HP ജോലിയും ചെയ്തിട്ടുണ്ട്. നമ്പൂതിരിയെ ദൈവമായി കണ്ട് കാലിൽ വന്ദിച്ച് ദിവസവും ജോലി തുടങ്ങുന്ന റോയി നമ്പൂതിരിയുടെയും ഭാര്യ ലതയുടെയും വിശ്വാസ കഥാപാത്രമായി മാറി. ക്രിസ്റ്റൽ, അതായത് കൃഷ്ണൻ്റെയും നമ്പൂതിരിയിൽ നിന്നും ലതയിൽ നിന്നും എടുത്തെടുത്ത നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ എന്ന പേര്. നമ്പൂതിരി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായി കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ തുകയും അറേബ്യൻ സ്വപ്ന ലോകത്ത് നിന്ന് വിദേശത്ത് പോയി ഉണ്ടാക്കിയ പണം, അന്നൊക്കെ എഞ്ചിനീയർമാർക്ക് വിദേശത്ത് പോയി നല്ല കാശുണ്ടാക്കാൻ പറ്റും. പിന്നെ വിദേശത്തുള്ള അറബികളുടെയൊക്കെ ഒരു കണക്ഷൻ കാണും, പാർട്ട്ണർഷിപ്പ്. ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്, അല്ലാതെ ആരും നെഗറ്റീവ് അല്ല, അവരുടെ പാർട്ട്ണർഷിപ്പ് കാണും. എന്തായാലും വലിയൊരു ബിസിനസ് ടീമിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ബാംഗ്ലൂരിലാണ് ഈ പണം മുടക്കിയത്. ആ കമ്പനിയുടെ ഫേസായി മാറിയത് ആളാണ് ഡോക്ടർ റോയി. വേറിട്ട പെരുമാറ്റത്തിൽ ഒരുപാട് സെയിൽസ് നടത്തുവാൻ സാധിച്ചു. ബാംഗ്ലൂർ മലയാളികൾക്കിടയിൽ ലത കമ്പനിയുടെ ഫിനാൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന റോയിയാണ്. അവിടെ വന്ന പ്രോജക്റ്റ് എക്സിക്യൂഷൻ ഒടുവിലാണ് റോയി കണ്ണു നട്ടിരിക്കുന്നത്.
നമ്പൂതിരിയുടെയും ലതയുടെയും വിശ്വസ്തനായ അയാളുടെ ആ സ്ഥാനത്തേക്കുള്ള ഉയർച്ച സ്വാഭാവികമായിട്ടും വന്നു. അധികം താമസിയാതെ പണം ഇറക്കാതെ അയാളെ അവർ പാർട്ട്ണറാക്കി. അപ്പോൾ വിശ്വസ്തനായപ്പോൾ അദ്ദേഹത്തെ അവിടെ പാർട്ട്ണറാക്കി. കഥകൾ പോണ കഥ. ഇത് ശരിയാണെങ്കിൽ എത്ര എത്ര ചതിയുടെയും വഞ്ചനയുടെയും കഥയുണ്ട്. നമ്പൂതിരി സെയിൽസിൽ ശ്രദ്ധ കൊടുക്കുകയും കമ്പനി പെട്ടെന്ന് 100 കോടി ക്ലബിൽ 2003 100 കോടി ക്ലബിൽ കമ്പനി എത്തുകയും ചെയ്തു. കമ്പനി അതീവ ഗുരുതരമായി വളരെ വേഗത്തിൽ കമ്പനി വളർന്നു. അപ്പോൾ ആ കമ്പനി വളർത്തുന്നതിൽ റോയ്ക്കും വലിയ പങ്കുണ്ട്. കാരണം റോയിയുടെ ഒരു കഴിവും ബുദ്ധിയൊക്കെ അതിനകത്തുണ്ടല്ലോ. നമ്പൂതിരി സെയിൽസിൽ കൂടുതൽ ശ്രദ്ധിച്ചതും ലതയുടെ പരിചയമില്ലായ്മ റോയിക്ക് കൂടുതൽ അനധികൃതമായി പണം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും അയാളുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. 2005 രാത്രിയിൽ ഞങ്ങളുടെ ക്ലബ് ഹൗസിൽ, ഈ ഫേസ്ബുക്കിൽ പറയുന്ന ആളുടെ ഫേസ്ബുക്കിലെ ഗസ്റ്റ് റൂമിൽ അയാളെ പോലീസ് റെയ്ഡിൽ പിടിച്ചു. എപ്പോൾ? 2005, 20 വർഷം മുമ്പ്. അപ്പോഴെങ്കിലും അദ്ദേഹം ഇതൊന്ന് ശ്രദ്ധിക്കണ്ടേ? നമ്മളിങ്ങനെ പണമുണ്ട്, അല്ലെങ്കിൽ അധികാരമുണ്ട്, സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞ് വല്ലാതെ ഓടിയാൽ ചിലപ്പോൾ പാവിയെ പന പോലെ വളർത്തും, പിന്നെ കിടത്തിക്കളയുമെന്ന് പറയുന്ന ഒരു കഥയില്ലേ? പോലീസ് സുഹൃത്ത് കമ്മീഷനിൽ നിന്ന് ചില അപ്രിയ സത്യങ്ങൾ നമ്പൂതിരി മനസ്സിലാക്കുന്നു. റോയിയെ പിരിച്ചുവിടുകയും ചെയ്തു. 2005 റോയി അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴാണ് ആ വർഷങ്ങളിൽ ക്രിസ്റ്റൽ വാങ്ങിയിരുന്ന ആസ്തികളെല്ലാം റോയിയുടെ പേരിലായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത നമ്പൂതിരിയും ലതയും അറിയുന്നത്, ഭാര്യയും ലതയും അറിയുന്നത്. കൂടാതെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് പ്രകാരം എല്ലാ റിസോർട്ടുകളും കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളും പണവും എല്ലാം റോയിയുടെ പേരിലായിരുന്നു. അപ്പോൾ ഒരു വിശ്വസ്ത വഞ്ചിച്ചതിൻ്റെയും ചതിച്ചതിൻ്റെയും കഥയാണുള്ളത്. നമ്പൂതിരി അത് ആവശ്യപ്പെട്ടപ്പോൾ തിരിച്ച് റോയി പണം കൊടുത്തില്ല. 2006 റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങി. അവിടെ നിന്ന് ക്രിസ്റ്റലിൽ നിന്ന് ഇതേ പണവും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നു. അപ്പോൾ 20 വർഷത്തെ കഥയേ ഉള്ളൂ വളർച്ചയുടെ കഥ. കോടിപതിയായി, ശതകോടീശ്വരനായി, സിനിമ എടുത്തു, ദുബായിൽ ബിസിനസ്സായി, വലിയ ആളായപ്പോൾ ക്രിസ്റ്റലിലെ പ്രോജക്റ്റ് ടീമിലെ പലരെയും കൂടുതൽ ശമ്പളം കൊടുത്ത് അവിടേക്ക് സ്വാധീനിച്ചു. ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായതിനാൽ അവിടെയും അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ബേസിക്കലി അദ്ദേഹത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഫ്രാഡെന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ആരും മരിച്ചുപോയവരാളിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അതേ അവിടെ നിന്ന് ദുബായിലേക്ക് പോകുന്നു. ഇപ്പോൾ ദുബായ് വെച്ചാണ് വന്നിട്ടാണ്, ദുബായ് നിൽക്കുമ്പോഴാണ് ഈ IT റെയ്ഡ് നടക്കുന്നത്. ദുബായ് നോടി വരികയൊക്കെയാണ് ചെയ്തത്. പിന്നീട് പല ദുബായിലുള്ള ആളുകളെയും കൂടി പണം കൊടുത്ത് യൂറോപ്പിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി. പൈസ കൊടുത്തിട്ടാണ് യൂറോപ്പിൽ നിന്ന്, അത് ഓണററി ഡോക്ടറേറ്റ് കിട്ടും, അതൊന്നും തെറ്റുള്ള കാര്യമല്ല. ഈ കാലത്ത് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ബാക്കി ഓണററി ഡോക്ടറേറ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഡോക്ടറേറ്റും ഒപ്പിച്ചു. അങ്ങനെ ഡോക്ടർ റോയി ആയി. ക്രിസ്റ്റൽ വലിയ കടക്കണിയിൽപ്പെട്ടു. താമസിയാതെ നമ്പൂതിരി ലതയും ഒളിവിൽ പോയി. കാരണം അതിനകത്തുള്ള മെയിൻ ആൾ അതിൻ്റെ പണവും എല്ലാം കൂടെ കൊണ്ടുപോയപ്പോൾ നമ്പൂതിരി ഒളിവിൽ പോവേണ്ടി വന്നു. ലത ജയിലിലുമായി. ആലോചിച്ച് നോക്കണേ. ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ലഭിക്കാതെ വന്ന ചിലർ കൊടുത്ത കേസിൽ ലത ജയിലിൽ കുറച്ചു കാലം കിടക്കുകയും ചെയ്തു. നമ്പൂതിരി എവിടെയാണെന്ന് അറിയാവുന്നവർ ഇപ്പോഴും ചുരുക്കമാണ്. നമ്പൂതിരി നാട് വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു സിനിമാ കഥ കേൾക്കും പോലെയാണ്, അപസർപ്പക കഥ കേൾക്കും പോലെയാണ് ഈ സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. 82 വർഷത്തോളം ഒരു സ്ത്രീയെപ്പോലും കാണാതെ ഒരു സന്യാസി ഗ്രീസിലെ ഒരു മഠത്തിൽ പുറത്തിറങ്ങാതെ ജീവിച്ചിരുന്നു. അതും മനുഷ്യനാണ്, ഇതും മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യ ജന്മങ്ങൾ ഇവിടെ വന്നാൽ എങ്ങനെ പോകണം, ഭൂമിയിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെ കർമ്മശുദ്ധി നമ്മൾ മറ്റൊരു ചാനലിൽ ചെയ്തിരുന്നു. കർമ്മശുദ്ധിയെക്കുറിച്ചൊക്കെ വളരെ പ്രധാനമാണ്. ചെറിയ ചെറിയ തെറ്റുകൾക്കെല്ലാം ചെറിയ തിരിച്ചടിയായിരിക്കും, പക്ഷെ വൻകിട തെറ്റുകൾക്ക് തിരിച്ചടിയും വലുതായിരിക്കും. ഒരു നാൾ അയാൾ ഉയർന്നു വരുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ആര്? നമ്മുടെ നമ്പൂതിരി. ജീവിച്ചിരിക്കുകയാണെങ്കിൽ വരണമല്ലോ, ഇരിക്കുന്നു. ഞാനുമായി അടുപ്പമുണ്ടായിരുന്ന നമ്പൂതിരി ലതയും ഒളിവിൽ പോകുന്നത് വരെ നല്ല അടുപ്പമായിരുന്നു ഈ പറയുന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ആളുമായിട്ട്. ഞാൻ ഈ പേരുകൾ പറയാത്തത് നമ്മൾ ഇതിനൊരു കോംപ്ലിക്കേറ്റഡ് വീഡിയോ ആക്കി നമുക്ക് റീച്ച് കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നടന്ന ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു കേസ് സ്റ്റഡി വളരെ സിമ്പിളാണ്. ഡോക്ടർ റോയി ആയാലും മറ്റ് ഫ്ലാറ്റ് വയ്ക്കുന്നവരായാലും ഒക്കെ മറ്റ് സമ്പത്ത് ഉണ്ടാക്കാൻ നടക്കുന്നവരൊക്കെ പഠിക്കേണ്ട ഒരു കേസ് സ്റ്റഡി, അത്രയും നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. റെയ്ഡിലൂടെ കാലം വിധി കാലം അയാളിൽ നടപ്പിലാക്കി എന്ന് പറയാനാവൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിന് താൻ തന്നെ അനുഭവിച്ചിടണം എന്ന് തന്ത്രിയുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എന്താ പറയുക, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്ന് പറയാറുണ്ട്. എല്ലാ സമ്പന്ന ആളുകളും അവിഹിത മാർഗത്തിലൂടെ പണമുണ്ടാക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഒരു നാൾ പെടും. പന പോലെ വളരും പാവികളെ, പക്ഷേ താഴേക്കിട്ടാൽ വലിയ വീഴ്ചയായിരിക്കും.